ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 1 1 മാർക്ക് ആൻഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. പൊളിറ്റിക്കൽ ചാപ്റ്റർ 1 ഭരണഘടന, അതിനകത്തെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. പ്രഥമ സമ്മേളനം നടന്ന വർഷം 1946. പ്രഥമ സമ്മേളനം നടന്ന വർഷം 1946. പ്രഥമ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ താൽക്കാലിക അധ്യക്ഷനായിട്ട് അപ്പോൾ തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തിരഞ്ഞെടുത്ത വർഷം 1946 ഡിസംബർ 11. വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1947 ഓഗസ്റ്റ് 14. എന്താ വിഭക്ത ഇന്ത്യ? അതായത് പാകിസ്ഥാൻ ഇന്ത്യ എന്നൊക്കെ വിഭജിച്ചതിന് ശേഷം പാകിസ്ഥാനായിട്ടും ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഒറ്റ രാജ്യത്തിൽ പെടുന്നതായിരുന്നല്ലോ. അത് കഴിഞ്ഞാണല്ലോ അത് വിഭജിച്ചത്. അപ്പോൾ വിഭജിച്ചതിന് ശേഷമുള്ള ആദ്യ സമ്മേളനം 1947 ഓഗസ്റ്റ് 14. അവിഭക്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജിക്കുന്നതിന് മുമ്പുള്ളത്. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 385. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 385, 385. ഇതിൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ടവർ 86 പേരുണ്ടായിരുന്നു. 86 പേര്. ഇനി വിഭജിച്ചതിന് ശേഷം നടത്തിയ നിയമനിർമ്മാണ സഭ. അപ്പോൾ വിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നവർ 299. അപ്പോൾ അവിഭക്ത ഇന്ത്യയിലുണ്ടായിരുന്നവർ 385. അതിൽ 86 പേര് ആരായിരുന്നു? പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ടവരാണ്. അത് കഴിഞ്ഞ് വിഭജിച്ചതിന് ശേഷം ആ 86 പേര് അങ്ങോട്ട് പോയി. ബാക്കി 299 പേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടന അംഗീകരിച്ച വർഷം 1949 നവംബർ 26. ഭരണഘടന അംഗീകരിച്ച വർഷം 1949 നവംബർ 26. സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങൾ 166. അപ്പോൾ സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങൾ 166. പിന്നെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. അത് അംഗീകരിച്ചത് 1949 നവംബർ 26 അത് ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചാണ്. ചിലപ്പോൾ 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് വിശദമാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റായിട്ട് എഴുതേണ്ടത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇനി അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തിനാണ് ചുക്കാൻ പിടിച്ചത്? ഭരണഘടനാ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചു. എന്തിനായിരുന്നു? ഭരണഘടനാ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചു. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി 1947 ആഗസ്റ്റിലാണ് ഇത് രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ആഗസ്റ്റിൽ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് കമ്മിറ്റി കരട് തയ്യാറാക്കിയത്. വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് കമ്മിറ്റി കരട് തയ്യാറാക്കിയത്. കാരണം ഓൾറെഡി നമ്മൾക്ക് അറിയാം ഒരു 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഭരണസഭയ്ക്ക്.
ഈ സഭയ്ക്ക് ഭരണഘടന നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു 8 കമ്മിറ്റികളുണ്ടായിരുന്നു. ആ ഭരണഘടനാ കമ്മിറ്റികളുടെയൊക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1948 നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്കെടുത്തത്. ഡ്രാഫ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഇത് ചർച്ചയ്ക്കെടുത്തത് 1948 നവംബറിലായിരുന്നു. സഭ ഒരു വർഷത്തിലേറെ കരടിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒരു വർഷത്തിലേറെ സമയമെടുത്താണ് നമ്മൾ ഈ കരടിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. ആയിരക്കണക്കിന് ഭേദഗതികളാണ് അതിനകത്ത് വന്നത്. ആയിരക്കണക്കിന് ഭേദഗതികളാണ് അതിനകത്ത് അനുവദിക്കപ്പെട്ടത്. 1949 നവംബർ 29 സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അപ്പോൾ 1949 നവംബറിൽ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1950 ജനുവരി 26 അത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. നെക്സ്റ്റ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭരണഘടന എന്തൊക്കെ വ്യവസ്ഥകളാണ് കടം കൊണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, ചേരുമ്പടി ചേർക്കാനൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 22 ഇത് കിടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടത് എന്തൊക്കെ? നിയമവാഴ്ച, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ. അപ്പോൾ നിയമവാഴ്ച, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സംവിധാനം, സ്പീക്കർ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പദവിയും, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തത്? നിയമവാഴ്ച, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സംവിധാനം, സ്പീക്കർ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പദവിയും, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തത്. ഇനി അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് മൗലിക അവകാശങ്ങൾ എന്ന ആശയം, നീതിന്യായ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് മൗലികാവകാശങ്ങൾ, അതേപോലെ നീതിന്യായ പുനരവലോകനം, പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇനി കനേഡിയൻ ഭരണഘടനയിൽ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം, പിന്നെ അവശിഷ്ടാധികാരങ്ങൾ. ഇതാണ് കനേഡിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. അത് 1 വേർഡായിട്ട് ചോദിക്കാം. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ഐറിഷ് ഭരണഘടന. ഇനി ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡായിട്ട് ചോദിക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ 2 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട പദങ്ങളാണ്. 1, ഭരണഘടന. ഒരു സ്ഥാപനത്തിൻ്റെയോ സംഘടനയുടെയോ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ അടിസ്ഥാന രേഖയാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്ക് പരമാധികാര സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനത്തിൻ്റെ ആയിക്കോട്ടെ, ഈവൻ രാഷ്ട്രത്തിൻ്റെ ആയിക്കോട്ടെ, എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ അടിസ്ഥാന രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭരണഘടന ഉണ്ടാവും, അവർക്ക് പരമാധികാര സ്വഭാവം ഉണ്ടായിരിക്കും. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകം രൂപീകരിക്കപ്പെടുന്ന സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ. ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിരിക്കും ഈ സഭയിൽ ഉണ്ടാകുക. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിരിക്കും ഈ സഭയിൽ ഉണ്ടാകുക. നെക്സ്റ്റ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നും തിരഞ്ഞെടുത്തൊരു കമ്മിറ്റിയാണ്. നമ്മൾ പറഞ്ഞ 8 കമ്മിറ്റികളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അതിനകത്തൊരു കമ്മിറ്റിയായിരുന്നു. അപ്പോൾ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നും തിരഞ്ഞെടുത്ത കമ്മിറ്റിയായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ആരുടെയാണ്? എന്തിൻ്റെ ആയിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അടുത്തത് നിയമവാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രങ്ങളും
അതല്ലെങ്കിൽ രാഷ്ട്രവും ജനങ്ങളും ജനങ്ങൾ തമ്മിലുമുള്ള ബന്ധത്തെ നിയമത്തിലൂടെ നിർവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധത്തെ നിയമത്തിലൂടെ നിർവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ്. ഇവിടെ എല്ലാവരും തുല്യരാണ്. ദെൻ സ്പീക്കർ. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും അധ്യക്ഷസ്ഥാനം വഹിക്കുന്നവരെയാണ് ഔദ്യോഗികമായി വിളിക്കുന്ന പേരാണിത്. അപ്പോൾ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും അധ്യക്ഷസ്ഥാനം വഹിക്കുന്നവരെ ഔദ്യോഗികമായി വിളിക്കുന്ന പേരാണ് സ്പീക്കർ. ഇനി അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അതായത് യൂണിറ്ററി ഫെഡറലിസവും കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെയും രണ്ടിൻ്റെയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണിത്. ഏകായത്ത സമ്പ്രദായത്തിൻ്റെയും സംയുക്ത സമ്പ്രദായത്തിൻ്റെയും സവിശേഷതകൾ കൂടിച്ചേർന്നതാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം. അപ്പോൾ ഏകായത്ത സമ്പ്രദായത്തിൻ്റെയും സംയുക്ത സമ്പ്രദായത്തിൻ്റെയും സവിശേഷതകൾ കൂടിച്ചേർന്നതാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം. അടുത്തത് അവശിഷ്ടാധികാരങ്ങൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവശിഷ്ടാധികാരങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങൾ ഭരണഘടനാ സമിതി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയ്ക്ക് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങളുടെയും പട്ടികയുണ്ട്. പാർലമെൻറ്റിനും നിയമനിർമ്മാണ സഭയ്ക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വിഷയങ്ങളും പട്ടികയും ഉള്ളതുകൊണ്ടും ഇതിലൊന്നും പെടാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ മേൽ നിയമനിർമ്മാണം നടത്തുന്നതിനെയാണ് അവശിഷ്ടാധികാരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റിനും നിയമനിർമ്മാണ സഭയ്ക്കും എന്തൊക്കെ നിയമങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ഒരു അധികാര പട്ടിക തന്നെയുണ്ട്. ഈ 3 പട്ടികയിലും ഇതിലൊന്നും വരാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അതിനുമേൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാര പാർലമെൻറ്റാണ് അവശിഷ്ടാധികാരങ്ങൾ.